ഓക്കെ, എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്റ്റഡി ബോർഡിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ ബികോം ഡിഗ്രി എക്സാമിനേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് ഫോർ ബിസിനസ് QT പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് 2024 ജൂണിൽ. അതായത് ഇപ്പം ഞാനിപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന എക്സാമാണിത്. അപ്പോൾ ആ കുട്ടികൾക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം 80 മാർക്കിനാണ് 2.5 മണിക്കൂറാണ് പരീക്ഷ. സീലിംഗുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് 3 പാർട്ടുകളായിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പാർട്ട് എ അത് സിംഗിൾ സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കിനാണ് ഇത് വരുന്നത്. പിന്നെ പാർട്ട് ബി വരുന്നത് 5 മാർക്കിനാണ്, അത്തരത്തിലുള്ള 8 ചോദ്യങ്ങളും. പാർട്ട് സി നമ്മുടെ എസ്സേ ആണ്, 4 ചോദ്യങ്ങളാണ്. അത് ഓപ്ഷനാണ്, അത് സീലിംഗ് ഇല്ലാത്ത പോർഷനാണ്. അത് നിങ്ങൾ ഏതെങ്കിലും 2 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ സീലിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലൊന്നും ഞാൻ കടക്കുന്നില്ല. കാര്യം അതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, നമുക്ക് ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. അത് ഡിഫൈൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിന് ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഡിസിഷൻ തിയറി എന്താണെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 2 ലിമിറ്റേഷൻ എഴുതാനാണ്. നാലാമതായിട്ട് എന്താണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്, നമ്മുടെ പ്രോബിലിറ്റിയിലുള്ള ഈക്വലി ലൈക്ലി ഇവൻറ്റ് എന്താണെന്നുള്ളതാണ്. ഇനി എന്താണ് സിമ്പിൾ കോറിലേഷനാണ് 5ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം എന്താണ് റാങ്ക് കോറിലേഷൻ എന്നുള്ളതാണ്. ഇനി 7ാമത്തെ ചോദ്യം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇനി 8ാമത്തെ ചോദ്യം വാട്ട് യു മീൻ ബൈ ലൈൻ ഓഫ് റിഗ്രഷൻ എന്നുള്ളതാണ്. 9ാമത്തെ ചോദ്യം വാട്ട് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് എന്നുള്ളതാണ്. 10ാമത്തെ ചോദ്യം എ ബാഗ് കണ്ടെയ്ൻസ് 500 ബോൾസ് ഓഫ് വിച്ച് 50 ആർ ഡിഫക്റ്റീവ്, ഫൈൻ പ്രോബിലിറ്റി. അപ്പോൾ അത് ഒരു പ്രോബ്ലമാണ്, 10ാമത്തേത് മാത്രം. അപ്പോൾ അത് എന്താണ്, നമ്മുടെ പ്രോബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി എലൂസിഡേറ്റ് ബേസ് തിയറം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം വാട്ട് ഈസ് കോവിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആണ്. 13ാമത്തെ ചോദ്യം ഗിവ് ദ മീനിങ് ഓഫ് ദ ടേംസ് നോഡ് ആൻഡ് ബ്രാഞ്ചസ് എന്നുള്ളതാണ്. നോഡ്, ബ്രാഞ്ചസ് എന്നിങ്ങനെയുള്ള ടേംസിൻ്റെ മീനിങ് ആണ്. 14 ഡിസിഷൻ ട്രീ എന്താണെന്നുള്ളതാണ്. 15 കോസേഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഡിഫൈൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. അപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ഇൻവോൾവ് ദ യൂസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ടൂൾസ് ടു അനലൈസ് ഡാറ്റ ആൻഡ് മേക്ക് ഡിസിഷൻ എടുക്കാനും ഡാറ്റ അനലൈസ് ചെയ്യാനും നമ്മൾ ഈ വക കാര്യങ്ങൾ, മാത്തമാറ്റിക്കൽ മോഡൽസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, കമ്പ്യൂട്ടേഷണൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ടെക്നിക്കിൻ്റെ പേരാണ് QT എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പം QT എന്താണ്, മീനിങ് ഓഫ് QT, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് QT, ഡിസഡ്വാൻറ്റേജ് ഓഫ് QT, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ ഡിസിഷൻ തിയറി. എന്താണ് ഡിസിഷൻ തിയറി എന്നുള്ളതാണ്. ഡിസിഷൻ തിയറി ഈസ് ദ സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് മോഡൽസ് ദാറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് മേക്ക് റാഷണൽ ഡിസിഷൻസ് അണ്ടർ അൺസർട്ടനിറ്റി. തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ്റെ പേരാണ് അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ. അത്തരമൊരു സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് ഒരു ബിസിനസ് സ്ഥാപനത്തിനൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ അതൊരു മാത്തമാറ്റിക്കൽ ഫോർമുല രൂപത്തിൽ തന്നെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു തിയറിയാണ് ഈ സ്റ്റാറ്റി അല്ലെങ്കിൽ QTയിലുള്ള നമ്മുടെ ഡിസിഷൻ തിയറി. ഓക്കെ, ഇനി അടുത്തതായിട്ട് റൈറ്റ് ഡൗൺ എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. 2 ലിമിറ്റേഷൻസ് ആണ്. ഒന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്, വിച്ച് മൈറ്റ് നോട്ട് ഓൾവേസ് ബി അവൈലബിൾ. അതായത് നമുക്ക് കൃത്യമായി ഡാറ്റ കിട്ടുക എന്നുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എപ്പോഴും കിട്ടുക എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കില്ല, നമുക്ക് ഫീസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ലിമിറ്റേഷൻ. സെക്കൻഡ് ഈസ് കോംപ്ലക്സിറ്റി ഇൻ മോഡലിംഗ് റിയൽ വേൾഡ് സിറ്റുവേഷൻസ് ആക്യുറേറ്റ്ലി. നമ്മൾ അധികം ഒരു റിയൽ വേൾഡ് സിറ്റുവേഷൻ മോഡൽ ഔട്ട് ചെയ്യുക, അതായത് നമ്മളൊന്നത് എന്താണ് ഇമാജിൻ ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മോഡൽ ചെയ്യുക എന്ന് വെച്ചാൽ QTയിൽ നമ്മൾ എന്താണ് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള ചെയ്യുക. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ഈക്വലി ലൈക്ലി ഇവൻറ്റ് എന്നുള്ളതാണ്. എന്താണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്? ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് ആർ ദോസ് ദാറ്റ് ഹാവ് ദ സെയിം പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ്. അതായത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന വെച്ചാൽ അത് 2 ഇവൻറ്റും ഈക്വലായിട്ട് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. അല്ലെ ഹെഡ് ഓർ ടെയിൽ, അത് 2 വികാനുള്ള ഈക്വൽ ചാൻസസ് ആണുള്ളത്. അത്തരം ഇവൻറ്റ്സിൻ്റെ പേരാണെന്ത്, ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. ദെൻ ദ 5th ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡു യു മീൻ ബൈ സിമ്പിൾ കോറിലേഷൻ. സിമ്പിൾ കോറിലേഷൻ മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. അപ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്താണെന്ന് വെച്ചാൽ 2 വേരിയബിൾ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ ഡയറക്ഷനൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ സിമ്പിൾ കോറിലേഷൻ എന്ന് വെച്ചാൽ. ദെൻ ദ 6th ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് റാങ്ക് കോറിലേഷൻ കോവിഷ്യൻറ്റ്. അപ്പോൾ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ കോവിഷ്യൻ്റ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതാണ് ഇവിടെ ചോദ്യം. റാങ്ക് കോറിലേഷൻ കോവിഷ്യൻ സച്ച് ആസ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോവിഷ്യൻ്റ് ആണ്, RHO അല്ല. മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റാങ്കിങ് ഓഫ് 2 വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക.
ഇവിടെയും റാങ്ക് കോറിലേഷൻ കോവിഷൻ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ, അത് ചോദിക്കുകയാണെങ്കിൽ. ഇനി 7ാമത്തെ ചോദ്യം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ എന്നുള്ളതായിരുന്നു ചോദ്യം. When the number of trials in a binomial distribution becomes very large and the probability of success is neither high nor very low, the binomial distribution approaches a normal distribution. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ട്രയൽസിൻ്റെ നമ്പർ വളരെ കൂടുതലാണെങ്കിൽ അതേമാതിരി എന്താണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഒന്നെങ്കിൽ വളരെ ഹൈ അല്ലെങ്കിൽ ലോ ആയി നിൽക്കുകയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒരു അപ്രോച്ച് വരും എന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ലൈൻ ഓഫ് റിഗ്രഷൻ എന്നുള്ളതാണ്. The line of regression is the line that best fits the data points on a scatter plot. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുന്നത്, അത് പല പ്ലോട്ട് വെച്ച് നമ്മളങ്ങനെ സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കും. അതിലൂടെ നമ്മളൊരു ബെസ്റ്റ് ലൈൻ ഏതാ പോകുന്നത്, ഒരു ആവറേജ് വെച്ച് പോകുന്നത്, അതിനെയാണ് എന്ത് ലൈൻ ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്തായിരുന്നു ചോദ്യം, വാട്ട് ഈസ് ആൻ എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ്. ഒരു എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളതാണ്. An experiment is a process or procedure that generates observable outcome. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, അത് നമുക്കൊരു സാധനം നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഇവൻറ്റ്സിന് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. 500 ബോൾട്ട് ഉണ്ട്, അതിൽ 40 ഡിഫക്റ്റീവാണ്. നമ്മൾ എടുക്കുന്നത് ഡിഫക്റ്റീവ് അല്ലാത്തത്. അപ്പോൾ 500ൽ 40 ഡിഫക്റ്റീവ് ആണെങ്കിൽ എന്താണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 500ൽ നിന്ന് 40 കുറയ്ക്കുക. 500ൽ നിന്ന് നമ്മൾ 40 കുറച്ചാൽ 460 എണ്ണം ഡിഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ അതിൽ ഈ 500ൽ നിന്ന് 460 എണ്ണം എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് 460/500 ആണ് വരുന്നത്, അത് 0.92 ആണ് വരുന്നത്. ഓക്കെ, അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എലൂസിഡേറ്റ് ബേസ് തിയറം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബേസ് തിയറം ഡിസ്ക്രൈബ്സ് ദ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ബേസ്ഡ് ഓൺ പ്രയർ നോളേജ് ഓഫ് കണ്ടീഷൻസ് ദാറ്റ് മൈറ്റ് ബി റിലേറ്റഡ് ടു ദ ഇവൻറ്റ്. ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ്ഡ് ആസ്, അതായത് നമുക്കറിയാം ബേസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി പാർട്ട് ബി ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ്. അത് തിയറിയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ ബിസിനസ്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇനി 17ാമത്തെ ചോദ്യം, ഔട്ട് ഓഫ് നമ്പേഴ്സ് 1 to 150 1 number is selected at random. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 or 5. അതായത് 1 മുതൽ 150 വരെയുള്ളതിൽ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു, അതിൽ 3ഉം 5ഉം, ഒന്നുകിൽ 3 അല്ലെങ്കിൽ 5, ഇതിലേതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണെന്നുള്ളതാണ്. 3ഉം 5ഉം കൂടി ഒരുമിച്ച് വരുന്നതില്ല, 3 or 5 ആണ്, 3 and 5 അല്ല കേട്ടോ. ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് 18ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ അഡീഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റി ആണ് 19ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ആണ് 20ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോവിഷ്യൻ്റ് ആണ് 21ാമത്തെ ചോദ്യം. എ കമ്പനി നോസ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് പീക്ക് എക്സ്പീരിയൻസ് ദാറ്റ് 3% ഓഫ് ദ ബൾബ്സ് മാനുഫാക്ചർ ആർ ഡിഫക്റ്റീവ്. കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ദാറ്റ് എ ബൾബ് സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം എ സാമ്പിൾ ഓഫ് 100 ബൾബ് ഇസ് നോട്ട് ഡിഫക്റ്റീവ്. അപ്പോൾ പ്രോബിലിറ്റീൻ്റെ മറ്റൊരു ചോദ്യം കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ട്, നമ്മൾ 2 മാർക്കിൻ്റെയിലും കണ്ടു. അപ്പോൾ 2 + 10 12 മാർക്കിന് പ്രോബിലിറ്റീൻ്റെ പ്രോബ്ലം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്, 3% ബൾബ് ഡിഫക്റ്റീവ് ആണെങ്കിൽ 100ൽ പിന്നെ എത്രയാണ് എന്താണ് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഡിഫക്റ്റീവ് അല്ലാത്തത് എന്നുള്ളതാണ്. നമ്മൾ 2 മാർക്കിന് കണ്ട ഈ ഒരു ചോദ്യത്തിൻ്റെ അതേപോലത്തെ ഒരു ഉത്തരം തന്നെയാണ് ഇവിടെ വരേണ്ടത്. അതേ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്തത് 23ാമത്തെ, വാട്ട് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ഫോർമുലേഷൻ ഓഫ് LPP ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ ബിസിനസ് ഫോർ വേരിയസ് പർപ്പസ് ഇൻക്ലൂഡിംഗ് ഫോർകാസ്റ്റിംഗ്, ക്വാളിറ്റി കൺട്രോൾ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് എലാബറേറ്റ് ചെയ്ത് ചെയ്താൽ, ക്വാളിറ്റി കൺട്രോൾ എന്താണെന്നുള്ളത് ചെയ്താൽ, ഫോർകാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ, പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ കുറിച്ച് ചെയ്താൽ, സ്റ്റോക്കിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ, അതിൻ്റെ ഓവർ സ്റ്റോക്ക്, അണ്ടർ സ്റ്റോക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ എന്താണ് അത്യാവശ്യം നിങ്ങൾക്കൊന്ന് എന്താണ് ആ കണ്ടൻറ്റ് വലുതാക്കാനായിട്ട് സാധിക്കും. ഇനി 17ാമത്തെ ചോദ്യം, ഔട്ട് ഓഫ് നമ്പേഴ്സ് 1 to 150. അപ്പോൾ നമുക്കറിയാം 150ൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 50 നമ്പേഴ്സ് ഉണ്ട്. അതായത് 150/3 ചെയ്താൽ മതി. 1 മുതൽ 150 വരെയുള്ളതിൽ 3 കൊണ്ട് പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 50 എണ്ണമുള്ളത്. കാര്യം 150ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 വരുന്ന നേരത്ത് എന്താണ് 150/5, അത് 30 എണ്ണം ഉണ്ട്. 2 അതായത് 3ഉം 5ഉം ആയിട്ട് വരുന്നത് 15ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 15/150 എന്താണ് 10 നമ്പേഴ്സ് എന്താണ് നമുക്ക് 3 കൊണ്ടും 5 കൊണ്ടും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 എണ്ണം ആഡ് ചെയ്തിട്ട് ഈ 10 മൈനസ് ചെയ്യാം. അതാണ് എന്ത് നമ്മുടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി ഇക്വേഷൻ. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം.
അപ്പോൾ അതിൽ 70/150, അപ്പോൾ 7/15 അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അതിവിടെ കൊടുത്തിരിക്കുന്നത്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് characterized by its parameter which is lambda, the average rate at which events occur. Key properties include events occur independently, average rate which is lambda is constant, the probability of more than one event occurring in an infinite small time interval is negligible. ഓക്കെ, അത് ചെറിയൊരു ടൈപ്പ് എറർ ഉണ്ട് അവിടെ. ഇനി എന്താണ് 19ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ അഡീഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റി ആണ്. അപ്പോൾ അഡീഷൻ റൂൾ എന്താ പറയുന്നത്? ദ അഡീഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് one of two events is the sum of their individual probabilities. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും പ്രോബിലിറ്റി നടക്കുന്നുള്ളതിൻ്റെ അതിൻ്റെ അതെന്താ വെച്ചാൽ നമ്മുടെ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് പ്രോബിലിറ്റിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. മൈനസ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഇൻ്റർസെക്ഷൻ. അതായത് P of A union B is equal to P of A plus P of B minus P of A intersection B. ഓക്കെ, അതാണ് അതിൻ്റെ റൂള് പറയുന്നത്. ഇനി 20ാമത്തെ ചോദ്യം വരുന്നത് എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൻ്റെ നേച്ചറാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. Quantitative techniques are systematic and mathematical approaches used to analyze numerical data and solve problems. They rely on models, statistical methods and algorithms to derive insights and make decisions. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വിവരിക്കാൻ നോക്കാം. അതായത് ന്യൂമറിക്കൽ ഡാറ്റ സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക, എന്തൊക്കെ മോഡലാണ് അത് യൂസ് ചെയ്യുന്നത് നോക്കുക, എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ മീൻ മീഡിയൻ മോഡൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊക്കെ എഴുതാം നിങ്ങൾക്ക്, അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് വേണം എഴുതി വെക്കാം. എന്തൊക്കെ ആൽഗോരിതംസാണ് യൂസ് ചെയ്യുന്നത്, LPPനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നതാണ് ഇതിൽ എഴുതാൻ സാധിക്കും ഈ നേച്ചർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൽ. ഇനി അടുത്തത് ഇതൊക്കെ ആ സ്കീമിൽ വളരെ ക്രിസ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചും കൂടി നിങ്ങൾ എലാബറേറ്റ് ചെയ്തിട്ട് തന്നെ എഴുതേണ്ടി വരും ടെക്സ്റ്റ് നോക്കിയിട്ട് കേട്ടോ. ഇനി അടുത്തത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഇറ്റ് മെഷേഴ്സ് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ തമ്മിലുള്ള സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ, റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ നോക്കുന്നുണ്ട്. ദ സൈൻ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ്. പോസിറ്റീവും നെഗറ്റീവും എന്നാണ് അതിൻ്റെ സൈനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ദ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വേരിയബിൾ. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യമാണ് നമുക്ക് നോക്കാനുള്ളത്. എ കമ്പനി നോസ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് 3% ഓഫ് ദ ബൾബ്സ് മാനുഫാക്ചേർഡ് ആർ ഡിഫക്റ്റീവ്. കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ദാറ്റ് എ ബൾബ് സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം എ സാമ്പിൾ ഓഫ് 100 ബൾബ്സ് ഈസ് നോട്ട് ഡിഫക്റ്റീവ്. അപ്പോൾ എന്താണ് പ്രോബിലിറ്റി എങ്ങനെയാണ് വരിക? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബീങ് ഡിഫക്റ്റീവ് ആണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ ബൾബ് എത്ര ഉണ്ട്? 100 ഉണ്ട്. 100ന് എന്ത് ചെയ്യുക? അതിൽ 3% മൈനസ് 100ൻ്റെ 3% എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പം 100 മൈനസ് 3 ഡിവൈഡ് ബൈ ടോട്ടൽ ഇവൻറ്റ് 100 ആണ്. അപ്പോൾ 97/100 എത്ര വരും? 0.97 വരും. ഇതാണ് പ്രോബിലിറ്റി. അത് കുറച്ചും കൂടി നിങ്ങൾ ലെങ്തി ആയിട്ട് എന്ത് ചെയ്യുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുക കേട്ടോ. അത് 5 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് 2 ലൈനൊന്നും എഴുതരുത്. കൃത്യമായിട്ട് ഓരോന്നും എഴുതി വെക്കുക. നമ്പർ ഓഫ് ടോട്ടൽ ഇവൻറ്റ് 100 ആണെന്നുള്ളതും ഡിഫക്റ്റീവ് എത്ര 3% അതായത് നമ്പർ പിന്നെ ചെയ്ത് 100 × 3% വിച്ച് ഇസ് 3. പിന്നെ നമ്മുടെ പോസിറ്റീവ് ഇവൻറ്റ്സ്, അതായത് നമ്മുടെ നോൺ ഡിഫക്റ്റീവ് എത്ര വരുന്നുണ്ടെന്ന് എഴുതി വെക്കുക. 97 ആണ്. അങ്ങനെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത് വാട്ട് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം? എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് LPP. എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPP is an optimization problem where the objective is to maximize or minimize a linear function subject to linear constraints. Steps in formulation are define decision variables, formulate the objective function, establish the constraints, ഐഡൻറ്റിഫൈ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക കേട്ടോ. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റെപ്സ് പ്രത്യേകമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് നമ്മുടെ essay ക്വസ്റ്റ്യൻസ് ആണ്. essay ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് 10 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ വരുന്നത് പ്രോബിലിറ്റീൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2 coins are tossed. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 head given that at least 1 coin show a head. ഒരു കോയിൻ ഹെഡ് കാണിച്ചുകൊണ്ട് 2 ഹെഡ് വരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കോയിൻ ഹെഡ് കാണിച്ചു, അപ്പോൾ 2 ഹെഡും വരുന്ന രീതിയിൽ. അതായത് ഇങ്ങനെയല്ല, അതായത്
ഒരു കോയിൻ ഇപ്പോൾ രണ്ട് ഹെഡും കാണിച്ചിട്ട് ഒരു കോയിൻ രണ്ട് ടെയിലും കാണിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ടുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കഴിഞ്ഞു. പിന്നെ നമ്മുടെ 26ാമത്തെ ചോദ്യം എന്തായിരുന്നു? എ പേഴ്സൺ വാണ്ട്സ് ടു ഇൻവെസ്റ്റ് അപ്പ് ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 50,000 ഇൻ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്. അതായത് ഒരാൾക്ക് 50,000 രൂപ നമ്മുടെ FD ആയിട്ട് പൈസ ഇടാൻ താല്പര്യമുണ്ട് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റിയിൽ. ഈസ് ബ്രോക്കർ റെക്കമെൻഡ്സ് ഇൻവെസ്റ്റിംഗ് ഇൻ 2 ബോണ്ട്. 2 ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബ്രോക്കർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ബോണ്ട് A yielding 8% ആൻഡ് ബോണ്ട് B yielding 12%. ആഫ്റ്റർ സം കൺസിഡറേഷൻ he decided to invest at most of rupees 25,000 in bond B and 18,000 in bond B also. അതായത് ഇദ്ദേഹം ആലോചിച്ചതിന് ശേഷം 50,000-ൽ 25 ബോണ്ട് ബിയിലും പിന്നെ 18 ബോണ്ട് ബിയിലും ഇട്ടു, 2 ബോണ്ട് ബി തന്നെ. He also wants the amount invested in bond A to be at least equal to the amount invested in bond B. അപ്പോൾ ഇദ്ദേഹത്തിന് ബോണ്ട് എയിലും ഇതേ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വാട്ട് ഷുഡ് ബി ദ ബ്രോക്കർ റെക്കമെൻഡ് ഇഫ് ദ ഇൻവെസ്റ്റർ വാണ്ട്സ് ടു മാക്സിമൈസ് ഹിസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്? അപ്പോൾ എന്തായിരിക്കണം ബ്രോക്കർ റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫോർമുലേറ്റ് ദി സിറ്റുവേഷൻ ആസ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. വളരെ സിമ്പിളാണ്, നമുക്കൊന്ന് പഠിച്ചു നോക്കണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇത് 24ാമത്തത് എന്താണ്? നമ്മുടെ കോഎഫിഷ്യൻ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ കോറിലേഷൻ്റെ ഇക്വേഷൻ വരുന്നത്. n ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് വൈ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ സ്കീമിൽ അത് കാണില്ല, എക്സിന് ഒരു കോളം വെച്ച് ടേബിൾ, വൈക്കൊരു കോളം, അതേപോലെ എക്സ് സ്ക്വയറിനൊരു കോളം, വൈ സ്ക്വയറിനൊരു കോളം, എക്സ് വൈക്കൊരു കോളം. ഓക്കെ, ഇത് വെച്ചിട്ട് ഓരോന്നായിട്ട് താഴെ എഴുതുക. അപ്പോൾ എക്സിനൊന്ന് കൊടുക്കുക, വൈക്കൊന്ന് കൊടുക്കുക. അപ്പോൾ എക്സിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫാദറിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ വൈക്ക് സണ്ണിൻ്റെ ഹൈറ്റാണ്, എക്സ് വൈ ആണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓരോന്നായിട്ട് കൊടുക്കുക. എന്താണ് ഇങ്ങനെ തന്നെ ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് അത് എക്സ് വൈ എഴുതി വെച്ചതിന് ഇപ്പുറത്ത് എക്സ് സ്ക്വയർ ആൻഡ് ഇപ്പുറത്ത് വൈ സ്ക്വയർ എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ എന്താണ് ഹൊറിസോണലായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അങ്ങനെ അല്ലാതെ നിങ്ങൾ എന്താണ് വെർട്ടിക്കലായിട്ട് കോളായിട്ട് തന്നെ എഴുതി വെക്കുക. എന്നിട്ട് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുക. സമ്മേഷൻ ഓഫ് എക്സ്, സമ്മേഷൻ ഓഫ് വൈ, സമ്മേഷൻ ഓഫ് എക്സ് വൈ, സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ, സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നിങ്ങൾ ആ ഒരു ഇക്വേഷനിൽ കൊടുക്കുക. എന്നിട്ട് ആദ്യം ന്യൂമറേറ്റർ ഫുള്ള്, അതായത് ഈ പോർഷൻ ഫുള്ള് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അത് 672 കിട്ടുന്നത് ഈ കോളം ഫുള്ള് സോൾവ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ. അത് കഴിഞ്ഞ് ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് എന്താണ് ഈ ഒരു താഴെ ഉള്ളത് ഡിനോമിനേറ്റർ നിങ്ങൾ സോൾവ് ചെയ്യുക. അത് കിട്ടുന്നത് 750 രണ്ട് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കോഎഫിഷ്യൻ കോറിലേഷൻ എന്ത് ചെയ്യുക, R is equal to ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 0.896 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 24 വരുന്നത്. ഇനി 25 എന്താണ്, 2 കോയിൻ ടോസ് ചെയ്തിട്ട് നോക്കുക. നിങ്ങൾ 2 കോയിൻ എത്ര പ്രാവശ്യം ടോസ് ചെയ്യുന്നത്? 2 കോയിൻസ് ആ ടോസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഹെഡ് കിട്ടുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 2 ഹെഡ് കിട്ടുന്നതിൽ എന്താണ്, ഒന്ന് ഇങ്ങനെയാണ് വരുന്നത് ഇത്. അപ്പോൾ ഇത് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. 2 T വരുന്നത്, ഒരു എച്ചും ഒരു ടിയും, ഒരു ടിയും ഒരു എച്ചാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 ഇവൻ്റാണ് ശരിക്കുള്ളത്. ഇത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം എന്താണ് നോക്കിക്കഴിഞ്ഞാൽ 2/6 ആണ് വരിക. അപ്പോൾ 1/3 ആണ് അതിൻ്റെ പ്രോബിലിറ്റി ആയിട്ട് വരിക. ഓക്കെ, അതൊന്ന് നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിരുന്നു നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് 50,000-ൻ്റെ. അപ്പോൾ അതിൽ എക്സിന് എന്ത് ചെയ്യുക, ബോണ്ട് എക്ക് കൊടുക്കുക, അസൈൻ ചെയ്യുക, വൈനെ ബോണ്ട് ബിക്ക് അസൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുന്നത് 0.8x പ്ലസ് 0.12y ആണ്. അപ്പോൾ ഇതിന് രണ്ടും എന്താണ് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. എക്സിനുള്ളത്, അതായത് നമ്മുടെ ബോണ്ട് എ ആണ് എക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ബോണ്ട് ബി ആണ് വൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബോണ്ട് ബിൻ്റെ 12% ആയതുകൊണ്ടാണ് 12y, അല്ല 0.12y, എക്സിൻ്റെത് 8 ആയതുകൊണ്ടാണ് 0.08x. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ആ ലീനിയർ പ്രോഗ്രാമിൻ്റെ ഇക്വേഷൻസ് എഴുതിയിട്ട് എന്ത് ചെയ്യുക, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50,000, വൈ ഇസ് ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25,000. അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക, എഴുതി വെച്ചിട്ട് ഓരോന്നിനും അസൈൻമെൻറ്റ് കിട്ടും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്രാഫും കൂടി നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ആ ഗ്രാഫ് ഇപ്പോൾ ഈ സ്കീമിലില്ല. ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് വരച്ച് വെക്കട്ടെ. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിൻ്റെ ഒരു എസ്സേ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, അത് നന്നായിട്ടൊന്ന് നോക്കി വെക്കാം. ഇനി ഫീച്ചേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിലെന്തൊക്കെയാണ് പറയുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ്, അത് ബെൽ ഷേപ്ഡ് ആണ്, മീനും മീഡിയനും മോഡൊക്കെ അത് ഈക്വൽ ആയിരിക്കും.
ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ 2 പാരാമീറ്റേഴ്സ്. അതെന്തൊക്കെയാണ്? മീനും അതേമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഇസ് 1 ആണ്. ഇറ്റ് ഫോളോസ് എംപിറിക്കൽ റൂൾ വിച്ച് ഇസ് 68, 95, 99.7 റൂൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എംപിറിക്കൽ റൂൾ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഇതൊക്കെ ഒന്ന് എലാബറേറ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു എസ്സേ ആണ്. ഇത് മാത്രം എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് വലിയ രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും അതേമാതിരി എന്താണൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു QTയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പാസ്സാവാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നല്ല രീതിക്ക് മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യം എന്താണ്, പ്രോബിലിറ്റി ഒക്കെ തന്നെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.